നമുക്ക് കുഞ്ചിനെയും കൊണ്ട് പുതിയ പട്ടുസാരി എടുപ്പിക്കണ്ടേ? അത് എന്താ വഴി പറ ജിന്നസേ. കുഞ്ഞിപ്പത്തു, നിന്റെ കയ്യിൽ വല്ല വഴിയുണ്ടോ? എന്റെ കയ്യിൽ പെരുവഴിയുണ്ട്. ആ പെണ്ണിനോട് ഇന്നല്ലാതെ വജ്ജി ചോദിച്ചു. ഇന്നാലേ എല്ലാരും കേട്ടോ, ഇന്ന് തലയിലൊരു ബുദ്ധി ഉദിച്ചിട്ടുണ്ടല്ലോ. അതൊക്കെ ഉണ്ട്, ഞാൻ പറഞ്ഞു തരാം. ഇന്ന് നോക്കിക്കോ, എന്തായാലും കുഞ്ചി പട്ടുസാരി എടുക്കും. അപ്പൊ പിന്നെ കുഞ്ചിനും നല്ല പേന്റ് ഷർട്ട് കിട്ടുള്ളൂ. അതെ അതെ, അതിനുള്ള വഴിയൊക്കെ ഈ ചിന്നുവിന്റെ കയ്യിലുണ്ട്. അതാരാ എന്ന് നോക്കിയേക്കാ. ഓ, രണ്ടാളും ഇപ്പൊ എന്താണ് ഒപ്പിച്ചോണ്ട് വരുന്നത്? ചിന്നുസി, ഓള് നേരത്തെ എന്നോട് പറഞ്ഞേനേ ഓൾക്ക് പാട്ടും ഡാൻസ് ഒക്കെ വേണത്തരേ ഓളെ കല്യാണത്തിന്. എന്നിട്ടോ തക്കൽവായ എന്താ പറഞ്ഞേ? അതിന് ഓൾക്കില്ലേ ഡാൻസും പാട്ടും ഒന്നും അറിയില്ല, എന്നോട് പഠിപ്പിച്ചെടുക്കാനാ പറയണത്. എന്തായി, പാട്ടും ഡാൻസ് ഒക്കെ പഠിച്ചോ? അതിലേ ഈ തക്കൽവാക്ക് നന്നായി പാട്ട് പാടാനറിയാ. തക്കൽവാവെ വേഗം പഠിപ്പിച്ചെടുക്ക്. കുഞ്ഞിപ്പാത്തിന് നന്നായി പാട്ട് പാടാനറിയാ. പെണ്ണെ, ഇച്ച് നല്ലോണം പാട്ട് പാടാനൊക്കെ അറിയാ. പക്ഷെ ഞാനും അവനെ പഠിപ്പിച്ച് ശരിയാവോ? ഇന്റെ പോലെ അവൾക്ക് പാടാൻ വെക്കോ? കുഞ്ഞിപ്പാത്ത് പാട്ട് പാടിപ്പിച്ച് തരണം. കുഞ്ഞിപ്പാത്ത്, അന്റെ തലയിലായി. എന്തായാലും വേഗം പഠിപ്പിച്ചെടുത്തോ. അത് പിന്നെ ഇച്ച് പാട്ടൊക്കെ കുറച്ച് അറിയുള്ളൂ. ഓൾക്കേ മലയാളം കുറച്ച് അറിയുള്ളൂ. വേറെ ഇംഗ്ലീഷിലെ വർത്താനം പറയാ. പോട് കുഞ്ഞാപ്പോടുന്നേ. കുഞ്ഞിപ്പാട്ട് പാട്ട് പാടിപ്പിച്ച് തരണം. ഞങ്ങൾക്ക് കുഞ്ചിരി കുഞ്ചിന് കല്യാണത്തിന് കാളിച്ചന. കുഞ്ഞിപ്പാട്ട് തുടങ്ങിക്കോ. ഇത് നാണാ. കുഞ്ഞിപ്പാട്ട് നാണാവണ്ടെന്ന്. ഇന്ന് കുഞ്ഞിപ്പാട്ട് തുടങ്ങിക്കോ. നിങ്ങൾ റെഡിയല്ലേ? ഞങ്ങളൊക്കെ റെഡിയാണ്. കുറുകുറു റെഡിയല്ലേ? കുറുകുറു റെഡിയാണ്. ചിന്നുസി, ഞാൻ തൊടുത്തട്ടെ? തുടങ്ങിക്കോ. തക്കൽവാവി കുഞ്ഞപ്പ തൊടുത്തട്ടെ? ഒന്ന് തൊടുത്ത് പെണ്ണ് വേഗി. ഇന്ന് ഇങ്ങോട്ട് നോക്കിക്കോ. നോക്കി. അന്നോടാണ് നോക്കാൻ പറഞ്ഞത്, ഞാൻ ഇവരോടല്ലേ നോക്കാൻ പറഞ്ഞത്. അപ്പൊ റെഡിയല്ലേ? അങ്ങനെ പറഞ്ഞാല് എന്താന്ന്? ഇങ്ങോട്ട് പറഞ്ഞോട്ടാ, അങ്ങനെ പറഞ്ഞാ എന്താന്ന്. അയ്യോ, ഞാൻ വെറുതെ പറഞ്ഞതാണ്. ഇന്ന് ഞാൻ ഇതാ പാടിത്തരാൻ പോവാണ്. ഒന്ന് വേഗം പാടിത്തേരുന്നുണ്ടോ? കുഞ്ചിരി കുഞ്ചന്റെ കല്യാണം ചെയ്യാനായിക്കണു. അതെ, കുഞ്ചിനും കുഞ്ചിമാല ഇടലൊക്കെ കഴിഞ്ഞുകൊണ്ണു. ഇനി ഞങ്ങളെ വേഗം ഒരു പാട്ടൊക്കെ പാടിച്ചിട്ട് ചൊല്ലണം. കുഞ്ഞിപ്പാട്ട് തുടങ്ങ്. ഇന്ന് രണ്ടാളും പാടിക്കോ. പാടാന്ന് പറഞ്ഞില്ലേ? ആര് പറഞ്ഞു മ്യാവൂ? കേട്ടില്ലേ? പാട്. ഒന്നും കൂടി പാടിത്തേരണം. എങ്ങനെയുണ്ട് ചിന്നു? അത് സൂപ്പർ ആയിക്കോളൂ. അതാണ് കുഞ്ഞിപ്പാട്ട്. അപ്പൊ റെഡിയല്ലേ? ഇതിന്റെ കൂടെ പാടിക്കോളി. അതിന് ഞങ്ങൾക്ക് പാടാന് അറിയില്ലല്ലോ. ഞാൻ പാടിത്തരുന്ന പറയുന്നല്ലേ, ഞാൻ പാടിത്തരുമ്പോ പാട്. ആര് പറഞ്ഞു മ്യാവൂ? നിങ്ങളും പാടിക്കോളി. അതൊന്നും വേണ്ട, ഇത് ഒറ്റക്ക് പാട്. അതെ അതെ, എല്ലാരും പാട് പാടിയാലേ ഓൾക്ക് മനസ്സിലാവൂല. അതാണ് നല്ലത്. നല്ല അക്ഷര സ്ഫുടതയോട് പാടി കൊടുക്കണം, അപ്പോഴും ഓൾക്ക് മനസ്സിലാവുള്ളൂ. ഈ ബിറ്റെന്തി കുന്തമിഞ്ഞവൾ നിക്കണ പാട്. ഞങ്ങൾ പാടിക്കൊള്ളാം, ഒന്ന് കൂടി പാടിത്തരോ? പഠിച്ചൂനി, ഞാൻ കുടുങ്ങിയല്ലോ. എന്താ ഓൾക്ക് ഇന്നും മനസ്സിലാകാത്തത്? ഒന്നും കൂടി പാടിക്കൊടുക്കിന്റെ കുഞ്ഞിപ്പാത്തോ. ഇനി ഞാൻ ലാസ്റ്റ് പാടി തരണട്ടോ. ഇതും കൂടി പഠിച്ചിട്ടില്ലെങ്കിലേ പിന്നെ ഞാൻ പാടിത്തരൂല. ഇനി ഞങ്ങള് പാടിക്കോളാം, ഒന്ന് കൂടി പാടി തന്നാ മതി. എന്നാ പാടിക്കോ. അതിന് ഞങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടില്ലല്ലോ, പറഞ്ഞു തരുമ്പോഴല്ലേ പാടാ. ഓ ചിന്നു, ആര് പറഞ്ഞു മ്യാവൂ? ചൊല്ലിക്കോ ചൊല്ല്.
പഠിപ്പിച്ചോളി. ഒരു വലിയ തെറ്റ് കണ്ടുപിടിച്ച ആൾക്കാര് എന്തിനൊക്കെ പാടി പഠിപ്പിച്ചിട്ടേ ചിന്നു പാടുന്ന പൊട്ടന്മാരല്ലേ ഓല് എന്തെങ്കിലും കാട്ടി കൂട്ടട്ടേന്ന്. ഞങ്ങൾ തമാശ വന്നതേ കുഞ്ഞിപ്പത്തഞ്ചിന് പാടി പഠിപ്പിച്ച് ഇത് പഠിപ്പിച്ചുമ്പോഴേ ഓൾക്ക് വേഗം പാടിയത് അല്ല തക്കടുവാവേ. അതെ കുഞ്ഞിപ്പത്ത് പഠിപ്പിച്ചുമ്പോഴേ ഓൾക്ക് വേഗം പാടിയുന്നുണ്ട്. ഞാനും ചിന്നും ഇത്രനാളും പ്രാവശ്യം പഠിപ്പിച്ചാൽ നോക്കിച്ചിട്ടാ എന്നിട്ട് ഒന്നും അവൾക്ക് പറഞ്ഞിട്ടില്ല. കണ്ടോ ഇപ്പൊ കേട്ടില്ലേ? വിശ്വാസായോ? ഇനി എന്റെ തെറ്റ് കണ്ടുപിടിച്ചാണ്ടല്ലോ ഞാൻ പറഞ്ഞതിനാണ് ശരി. ഞാൻ അങ്ങനെയുള്ള പാട്ട് കേട്ടിക്കണല്ലേ. ഇന്ന് അങ്ങനെ തന്നെ ഇരിക്കും. ഞങ്ങൾക്ക് തെറ്റ് പറ്റിയതിരിക്കും അല്ല തക്കടുവാവേ. അതെ തക്കടുവാവേ ആ പൊട്ടത്തെ എങ്ങനെയാ പൊട്ടമാനെ പഠിപ്പിച്ചട്ടെ. എന്താണ് അവിടെ പൊറുപെടുത്തത്? നിന്റെ കുറ്റല്ലേ? ഞങ്ങൾ കുറ്റോ? ഞങ്ങൾ എന്തിനാ കുഞ്ഞിപ്പാത്തിന്റെ കുറ്റം പറയുന്നത്? കുഞ്ഞിപ്പാത്ത് പാടുമ്പോഴേ നല്ല രസമുണ്ട് കേൾക്കാനെന്ന് പറഞ്ഞതീന്നു. അത് പിന്നെ എന്റെ വെല്ലുമ്മയും പറഞ്ഞു എപ്പോഴും ഞാൻ പാട്ട് പാടുമ്പോഴേ ഉറക്കം വരുന്ന്. അതെ കൈതരാനും കേട്ടിട്ടേക്കും. ഞാൻ പാടൂല. ഓ എന്റെ കുറ്റം പറഞ്ഞു. ഞാൻ ഇനി പാടൂല. കുഞ്ഞപ്പൂ ഞാൻ കുറ്റൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ എന്നും അങ്ങനെ തന്നെയാണ്. ഉമ്മച്ചി പറയും കുഞ്ഞിപ്പാത്തോ ഒരു പാട്ട് പാടുന്ന്. പാട്ട് കേട്ടിട്ടാ ഞങ്ങളൊക്കെ ഉറങ്ങ. കണ്ടോ കുഞ്ഞിപ്പാത്തോ ഇപ്പൊ സന്തോഷായില്ലേ എനിക്ക്? അങ്ങനെ വഴിക്കുവാ അല്ലെങ്കിൽ ഓനിക്കിനോട് അസൂയാണ് അസൂയ. അതെ അപ്പൊ ആദ്യത്തെ വരി എന്താണ്? ഒന്നും കൂടി പാടിക്കേ. ഞാൻ പാടിയതല്ലേ ഇനി പാടാനേ ഞാൻ മാർന്നിക്കുന്നു. ഇത് കുറുകുറന്ന് പഠിക്കാം. കുറുകുറ മാർന്നിക്കോളെ നോക്കട്ടെ. ആർക്ക് കൂടുതൽ ബുദ്ധി നോക്കട്ടെ. ഇച്ച് നല്ലോണം ബുദ്ധിണ്ട്. കുടുക്കു ബുദ്ധി കുറവ. അല്ല കുറുക്കന് ബുദ്ധി കുറവ്. ഇച്ച് നല്ലോണം ബുദ്ധിണ്ട്. ഇനി ആർക്ക് ബുദ്ധി നോക്കട്ടെ. ഇന്ന് ആ വരി ഒന്ന് പാടിക്കാണി. അപ്പൊ പാടാനൊക്കെ അപ്പൊ നേരെ നോണ പറഞ്ഞതാണില്ലേ? അല്ലെങ്കിൽ കുടുകൂടെ എപ്പോഴും മടിയനാണ് മടിയൻ. ഇനി കുറുകുറ പാട്. അത് പൊളിച്ചിട്ടോ സൂപ്പർ ആയിക്കോളൂ. ഇനി അടുത്ത വരി ഞാൻ പാടിത്തരാം. ഞാനാ നിങ്ങളെ പാത്തു എന്നിട്ട് തിരിഞ്ഞു നിന്നിട്ട് പാടണോ? അതൊന്നും വേണ്ട. നിങ്ങൾ എങ്ങനെ നിൽക്കണ അങ്ങനെ നിന്ന് പാടിയാ മതി. ഇങ്ങനെ ഈ പാട്ടൊന്ന് പഠിച്ചെടുത്താണ്. ഞാനാ നിങ്ങളെ പാത്തു. ഇനി കൂടുകൂടി പാട്. ഞാനാ നിങ്ങളെ പാത്തു. ഇപ്പൊ എങ്ങനെയുണ്ട്? ഒരു രണ്ടുപേര് പഠിച്ചു. ഇനി രണ്ടുപേരും പാടി എന്നിട്ട് ബാക്കി. അതെ ആ രണ്ടുപേരും ചേർത്ത് പാടി. ഞാൻ പഠിപ്പിച്ചില്ല. നിങ്ങൾ പഠിപ്പിച്ചോളി. ഒരു പൊട്ട അന്നോട് കുഞ്ഞിപ്പാത്തെന്ന് പറഞ്ഞത് വേറെ പാത്തൊന്നല്ലേ പറഞ്ഞത്. അങ്ങനെ പാട്. അങ്ങനെ പാടിക്കൊള്ളാം. പാട്. ആര് പറഞ്ഞു മ്യാവൂ നാനാ നിങ്ങളുടെ വെറും പാത്തു. ഇത് വെച്ച് തിന്നോല് പഠിപ്പിച്ചാന്. പാത്തൂന്ന് മാത്രം പറഞ്ഞ മതി. ഒരാളെങ്കിൽ നേരെ പാടി പഠിച്ചാലേ ഇത്രയൊരു സന്തോഷാവുമല്ലോ. അതെ കുഞ്ഞിപ്പാത്തിന് നല്ല സന്തോഷാവും. എന്നിട്ട് കുഞ്ഞിപ്പാത്തെന്ന് പറഞ്ഞിട്ട് ഓനും കൂടി കുഞ്ഞിപ്പാത്തൊന്ന് പാടുന്ന പാട്. ആര് പറഞ്ഞു മ്യാവൂ ഞാനാ നിങ്ങളെ പാത്തു. ഇങ്ങനെ പാടേണ്ടത് ഇച്ച് നല്ലോണം പാടിഞ്ഞിക്കുന്നു. ഹായ് സൂപ്പറായിട്ട് പാടിക്കുന്നു. അതെ സൂപ്പറായിട്ട് പാടി. ഇനി കുറുകുറൊന്നുകൂടി പാട്. ഇപ്പൊ ഇച്ച് നല്ലോണം
പാടിക്കോളി. ഇപ്പൊ ഞങ്ങൾക്ക് നല്ലോണം പാടിഞ്ഞിക്കുന്നു. ഇനി ഞങ്ങള് കുഞ്ചന്റെയും കുഞ്ചിടി മുന്നിൽ പോയിട്ട് പാടട്ടെ. വേഗം പോയി പാടിക്കോ. എന്നിട്ട് വേണം കുഞ്ചനും കുഞ്ചിയും ബോധം കെട്ടുകാന്. അങ്ങനെയൊന്നുമില്ല, നിങ്ങൾ സൂപ്പറായി പാടുന്നുണ്ട്. വേഗം പോയിട്ടേ കുഞ്ചനും കുഞ്ചിടി മുന്നിൽ പാട്ട് പാടിക്കോളി. നാളത്തെ കലാകാരന്മാരാണ്. നിപ്പുണ്ട് നിപ്പ്. അതെ അതെ, നാളത്തെ നമ്പർ 1 കലാകാരന്മാരാകൂലേ. ഓല് നമ്പർ 1 തന്നെ കരം. ഞങ്ങള് പോയിട്ട് ഈ പാട്ടൊക്കെ സ്കൂളില് പാടിച്ചഞ്ഞ് പോകുമ്പോ ഒക്കെ പാടും. ഇത് ആര് പഠിപ്പിച്ചെന്ന് പാട്ടാന്ന് പറയാ? ഞങ്ങളെ പാട്ട് പാടിപ്പിച്ച് തന്ന പാട്ടാണെന്നേ പറഞ്ഞോളാം. അതാണ് അങ്ങനത്തെ പറയണം. പാത്തുണ്ടേ ഒരു കുഞ്ഞിപ്പാത്ത് ഓള് പഠിപ്പിച്ചെന്നാന്ന് പറഞ്ഞാ മതി. അപ്പൊ ഇനി അടുത്ത പരിപാടി എന്താ? കുഞ്ചിനി കുഞ്ചിനി സാരി എടുപ്പിക്കണം. കുഞ്ചിനി കുഞ്ചിനി അല്ല, പിന്നെ പൊട്ടത്തി കുഞ്ചിക്ക് മാത്രം സാരി. കുഞ്ചിനി ഇങ്ങനെ സാരി എടുക്കുക. സാരി പറഞ്ഞ എന്താന്ന് അന്നോടല്ലേ പത്തപ്പ പറയാൻ വന്നത്? ഇനി അതിന്റെ സംശയം ഇപ്പൊ അങ്ങോട്ട് തീർത്തി കൊടുത്താ. സാരി എന്ന് പറഞ്ഞാലേ ഒരു നീളത്തിലൊരു സാധനമാണ്. അതിങ്ങോട്ട് ചുറ്റിയിട്ട് ഇങ്ങോട്ട് മേത്തുകൂടെ ചുറ്റണം. അങ്ങനെ ചുറ്റിയാല് നമ്മളെ മേലൊക്കെ കെട്ടായി പോകൂലേ. ഇത് പഠിച്ചൂനി ഒരു സംശയം തീർത്ത് കൊടുക്കാന്. ചിന്നു ഒരു സംശയം തീർത്ത് കൊടുത്താ. ഇതെന്നെ തീർത്ത് കൊടുക്കണം. ഇതിന് ഓലെ മുന്നിൽ സാരി എന്ന്